ഹലോ ഗൈസ്, അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പൊതിച്ചോറ് കഴിക്കാൻ ആഗ്രഹം. കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് ഉണ്ടാക്കി തന്നായിരുന്നു. പക്ഷെ ഇന്ന് വീണ്ടും അതേ ആഗ്രഹം. അങ്ങനെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചമ്മന്തി അരയ്ക്കാൻ വന്നതാ. ഇന്ന് ഉച്ചത്തേക്ക് രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കാന്താരി മുളകൊക്കെ ഇട്ട രസം. ആ മണം അടിച്ചിട്ട് ഞാൻ തുറന്നു നോക്കിയതാ. ചമ്മന്തി കഴിഞ്ഞാൽ മുട്ട. പൊതിച്ചോറുണ്ടാക്കുമ്പം മുട്ട വറുത്തതും ചമ്മന്തി ഇല്ലാതെ എങ്ങനെയാല്ലേ? അങ്ങനെ അതിസാഹസ്യമായി മുട്ട 2 ഞാൻ പൊട്ടിച്ചു. പക്ഷേ മുട്ട പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ തോട് വീഴാണ്ട്. അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റൊക്കെ കഴിക്കേണ്ടി വരും. മുട്ടയും ചമ്മന്തി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇല വാട്ടി നല്ല ചൂട് പാർന്ന ചോറിട്ടു. അതിലേക്ക് ചമ്മന്തി, മുട്ട വറുത്തത്, പയർ തോരൻ, അച്ചാറും വെച്ചു. ഇത് കൂടാതെ കപ്പക്കിഴങ്ങും മീൻകറിയും രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിന്ന് ഇത് മതി. ഞാനിന്ന് 2 പൊതി കെട്ടുന്നുണ്ട്. ഒന്നെൻ്റെ അനിയത്തിക്ക്, അവളും വീട്ടിലുണ്ട്. അങ്ങനെ പൊതിച്ചോറ് റെഡിയായി. ഇത് ഞാൻ കെട്ടിയതും മറ്റത് എൻ്റെ അനിയത്തി കെട്ടിയതും. പുട്ട് പൊതിഞ്ഞതുപോലില്ലേ? ചോറൊക്കെ കെട്ടി വെച്ച് പുറത്ത് വന്നപ്പോഴത്തേക്ക് അമ്മ പറമ്പിൽ നിന്ന് ചേനയുടെ പൂവ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് തോരനൊക്കെ വെച്ച് കഴിക്കും. കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സാധനം ഈ പരുവത്തിൽ എടുത്തില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഏരിയ നിൽക്കാൻ പറ്റില്ല. നല്ല സ്മെല്ലായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മാമ്മ ഭരണിയിൽ മാങ്ങ ഇട്ട് വെച്ചിരുന്നതൊന്ന് തുറന്നു നോക്കി. കാരണം അത് ഇട്ട് വെച്ചതിൻ്റെ അന്ന് ഞങ്ങൾക്ക് മുളക് ഇട്ട് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് മുളക് കിട്ടിയത്. അപ്പോൾ അതൊന്ന് ഇട്ട് കലക്കി വെക്കാൻ വേണ്ടി എടുത്തതാണ്. കണ്ടപ്പോൾ കഴിക്കാനൊക്കെ തോന്നി, പക്ഷേ കഴിച്ചില്ല കേട്ടോ. ആ മുളകും കൂടി ഒന്ന് പിടിക്കട്ടെ. എപ്പോഴായാലും നമുക്ക് എന്നെ കഴിക്കാമല്ലോ. അതൊക്കെ ചെയ്തത് എൻ്റെ അനിയത്തിയാണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ഓരോ ഡയറക്ഷനൊക്കെ വിട്ടിട്ട്. തിരിച്ച് ഭരണി കെട്ടി വെച്ച് സമയം നോക്കുമ്പോൾ 1:45. വിശപ്പിൻ്റെ സമയമായല്ലോ. അപ്പോൾ ഇനി നമുക്ക് പൊതി നോക്കാം. ഈ പൊതിച്ചോറ് എല്ലാവർക്കും എപ്പോഴും ഒരു നൊക്ലാഞ്ചിയാണല്ലേ. സ്കൂളിലും കോളേജും ഒക്കെ ഓർമ്മ വരും ഈ പൊതിച്ചോറ് ഓർക്കുമ്പോൾ. ആ ഒരു സ്പെഷ്യൽ മണമൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഞാൻ ചോറ് കഴിക്കട്ടെ.